സംസ്ഥാനത്ത് കോർപ്പറേഷനുകൾ ഒരു ഡോക്ടർ അവിടെ കോർപ്പറേഷനെ നയിക്കാൻ എത്തുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. ഇപ്പോൾ സൂരജ് സജി അവിടെ നിന്ന് ചേരുകയാണ്, തൃശ്ശൂരിൽ നിന്നും. എന്തൊക്കെയാണ് സൂരജ് സജി? ദിലീപ് കുമാർ, എന്തായാലും വലിയ തർക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് മുതിർന്ന നേതാവായിട്ടുള്ള ലാലി ജെയിംസ് അടക്കം തുറന്നു പറച്ചിലൂടെ ഒരു പൊട്ടിത്തെറിയിലേക്കടക്കം കാര്യങ്ങൾ പോയത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും വോട്ട്, അത് വിമതരുടെ അടക്കം വോട്ട് ഉറപ്പാക്കിക്കൊണ്ടാണ് UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. ഇപ്പോൾ നിജി ജസ്റ്റിന് മക്കൾ ചുംബനം നൽകുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. വളരെ വികാരനിർഭരമായി തന്നെ നിജി ജസ്റ്റിനും പ്രതികരിക്കുന്നുണ്ട്. ലാലി ജെയിംസ് ആകട്ടെ, ലാലി ജെയിംസും ഈ കൗൺസിൽ ഹാളിലുണ്ട്. അവരും ഇപ്പോൾ ഈ കൗൺസിൽ ഹാളിൽ എല്ലാത്തിനും സാക്ഷിയായി തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം അവർ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു നിജിയോട് വ്യക്തിപരമായി തനിക്ക് എതിർപ്പുകളുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് താൻ, പാർട്ടിക്കൊപ്പമാണ്, അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. അത് പാർട്ടിക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യും എന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ 35 വോട്ടുകളാണ് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. അതിൽ 2 വിമതരുണ്ട്. ഒന്ന് കുരിയച്ചിറയിൽ നിന്ന് ജയിച്ച വിമതരുണ്ട്, അതോടൊപ്പം തന്നെ ചിയാരം സൗത്തിൽ നിന്ന് ജയിച്ച വിമതനുണ്ട്. അവരുടെ എല്ലാവരുടെയും വോട്ട് നേടിക്കൊണ്ട് അങ്ങനെ 35 വോട്ടാണ് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ML റോസിയാണ്. നേരത്തെ മുൻ ഡെപ്യൂട്ടി മേയറായിരുന്നു. 13 വോട്ട് നേടി. BJPയുടെ 8 വോട്ട്. അങ്ങനെ ഒരു വോട്ട് പോലും അസാധുവായിട്ടില്ല. എല്ലാവരുടെയും വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ നേട്ടമായി മാറുന്ന 2 വിമതരാണ്. ആ 2 വിമതരുടെ വോട്ട് ഉറപ്പിക്കാൻ സാധിച്ചു. ലാലി ജെയിംസിനെ സംബന്ധിച്ച് രാവിലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ലാലി ജെയിംസ് പാർട്ടി നേതൃത്വത്തിനെതിരെയൊക്കെ ഉയർത്തിയത്. താൻ വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ലാലി ജെയിംസ് പറയുകയും ചെയ്തു. പക്ഷേ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലാലിയെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടായി. ടേം വ്യവസ്ഥയിൽ പിന്നീട് മേയറായി പരിഗണിക്കാമെന്ന് അടക്കം പറഞ്ഞപ്പോഴും തന്നെ ഇനി മേയറായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലാലി ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയത്. നേതൃത്വം പണം വാങ്ങിക്കൊണ്ട് മേയർ സ്ഥാനം വിറ്റു എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു ലാലി ജെയിംസ് ഉയർത്തിയത്. അത് DCC നേതൃത്വത്തെ മാത്രമല്ല, ദേശീയ ലാലി ജെയിംസ് അവിടെ തന്നെ ഉണ്ടോ? നേരത്തെ കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ്, ഈ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അധികാരമേൽക്കുന്ന ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ദീപ്തി മേരി വർഗീസ് ചെയ്തത്. തൃശ്ശൂരിൽ അത്തരം കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ? ദിലീപ് കുമാർ, നമ്മുടെ ആ ദൃശ്യങ്ങൾ, ലാലി ജെയിംസിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ഡെസ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യം നമുക്ക് ഓണെയറിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ ലാലി ജെയിംസ് ഈ ഹാളിൽ തുടരുന്നുണ്ട്. അവർ ഇവിടെ മുഖത്ത് പ്രത്യേകിച്ച് പ്രസന്നതയൊന്നുമില്ല. സാധാരണ ഇരിക്കുന്നത് പോലെ തന്നെ എല്ലാത്തിനും സാക്ഷിയായി ലാലി ജെയിംസ് എന്തായാലും ഇവിടെ തുടരുകയാണ്. അത് ലാലി ജെയിംസ് എന്ന് പറഞ്ഞിരുന്നതാണ്. താൻ പറയാനുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. അത് നേതൃത്വം എടുത്ത നിലപാടിനെതിരെയാണ് താൻ പറഞ്ഞത്. അത് നേതൃത്വം എടുത്ത നിലപാടിനെ കുറിച്ചാണ് താൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താൻ പക്ഷെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഒരു തരത്തിലുള്ള ബഹിഷ്കരണത്തിലേക്കും പോയിട്ടില്ല ലാലി ജെയിംസ് ഇപ്പോഴും. അതായത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നുണ്ട്, അതിനുശേഷം നേതാക്കളെല്ലാം തന്നെ നിജി ജസ്റ്റിനെ ഷോൾ അണിയിക്കുന്നുണ്ട്. ഷോൾ അണിയിച്ച് എല്ലാവരും അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്ന സമയത്ത് അതെല്ലാം കണ്ടുകൊണ്ട് ലാലി ജെയിംസ് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ്. അതായത് പാർട്ടിക്കൊപ്പം തന്നെ എന്ന് ലാലി ജെയിംസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടക്കം പ്രഖ്യാപിച്ചതാണ്. രാവിലെ തുറന്നു പറച്ചിൽ ഉണ്ടായതിനു ശേഷവും ഒടുവിൽ പറഞ്ഞത് തനിക്കുണ്ടായ മനോവിഷമമാണ് താൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കൊപ്പം തന്നെ പോകും. കാര്യം കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് താൻ കോർപ്പറേഷന്റെ കൗൺസിലറായി തുടരുകയാണ്. അന്നെല്ലാം പാർട്ടിക്ക് വേണ്ടി താൻ അടക്കമുള്ള ആളുകൾ കഷ്ടപ്പെട്ടതാണ്. ആ കഷ്ടപ്പാട് പരിഗണിക്കാതെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഒക്കെ ഇത്തരത്തിൽ. തൃശൂർ നഗരസഭയുടെ പുതിയ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്, കോർപ്പറേഷനെ നയിക്കാൻ എത്തുന്നത്. DCC വൈസ് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഡോക്ടർ നിജി ജസ്റ്റിനാണ് ഇനി തൃശ്ശൂരിലെ പുതിയ മേയർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.